മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. അതിരാവിലെ തിരുസന്നിധിയണയുന്നൊരു സമയേ അതിയായി നിന്നെ സ്തുതിപ്പാൻ കൃപ അരുൾക്കായീശുപരനേ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ വിനോദ് തോമസ് കോട്ടയം. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ നമുക്ക് ശ്രവിക്കാം. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസിലൂടെ ദൈവം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യ സ്നേഹിതർക്കും ഹൃദ്യമായ പ്രഭാതവന്ദനം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അറിയിക്കുകയാണ്. 1 പത്രോസ് അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഇത് വായിക്കുന്ന ദൈവജനത്തിനുണ്ടാകേണ്ട ആഗ്രഹം, വാഞ്ച എന്താണ് എന്ന് പൗത്രോസ് പറയുകയാണ്. 1:22 മുതൽ 25 വരെ അവർക്ക് ലഭിച്ച വീണ്ടും ജനനത്തിന്റെ മഹത്വം പറയുകയാണ്. ആ വീണ്ടും ജനനം ദൈവവചനത്താലാണ് അവർക്ക് ലഭിച്ചത്. ആ ദൈവവചനം എന്നേക്കും നിലനിൽക്കുന്ന ദൈവവചനമാണ്. അതിനുശേഷം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ വചനത്താലുള്ള ശുദ്ധീകരണം വേണം. ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയയും നുണയെല്ലാം നീക്കളയാൻ നമ്മെ സഹായിക്കുന്ന വചനമാണ്. അങ്ങനെ ആ വചനത്തോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? എന്തിനാണ് ആ വചനം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്? ഇവിടെ പത്രോസ് പറയുകയാണ്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ എന്ന് പറയുകയാണ്. ഇപ്പോൾ ജനിച്ച ശിശുക്കളുടെ ആ നിർമ്മലത ഉണ്ടായിരിക്കുക. ഇപ്പോൾ ജനിച്ച ശിശുവിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഈ ലോകത്തിൻ്റെതായ കളങ്കങ്ങളൊന്നുമില്ല. അതുപോലെ ഈ ലോകത്തിൻ്റെ സകല കളങ്കങ്ങളും നീക്കിക്കളഞ്ഞുകൊണ്ട് ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ ജീവിക്കുക. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് പറഞ്ഞാൽ ശിശുവിൻ്റെ നിർമ്മലത, ശിശുവിൻ്റെ ആ നിഷ്കളങ്കത അതുണ്ടായിരിക്കുക. ഇപ്പോൾ ജനിച്ച ശിശുവിന് ആ നിഷ്കളങ്കതയും നിർമ്മലതയും ഉണ്ട്. ഇപ്പോൾ ജനിച്ച ശിശുവിന് അതിന് കുടിക്കാനുള്ള പാലിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചുള്ള ചിന്തയില്ല. അതുപോലെ വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവ പൈതലിന് ദൈവവചനം ധ്യാനിച്ച് ദൈവവചനം പാലിച്ച് ദൈവവചനപ്രകാരം മുന്നോട്ട് പോകാനുള്ള ചിന്ത മാത്രമാണ് ആവശ്യം. അതാണ് ഇവിടെ പത്രോസ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ശിശു ഒരു മാതാവിൽ നിന്ന് നേരിട്ട് ആ പാല് കുടിക്കുകയാണ്. ഇതുപോലെ കർത്താവിൻ്റെ സ്ഥലത്ത് ഇരുന്ന് കർത്താവിൻ്റെ വചനം ധ്യാനിച്ച് കർത്താവിൽ നിന്ന് നാം ആലോചന പ്രാപിക്കണം. കർത്താവിൻ്റെ ശബ്ദം ദൈവവചനത്തിലൂടെ കേൾക്കണം. അതിന് സമയം വേർതിരിക്കണം. അപ്പോഴാണ് ഇപ്പോൾ ജനിച്ച ശിശുവിന് വളർച്ചയുണ്ടാകുന്നത്. എന്നും ഇപ്പോൾ ജനിച്ച ശിശു പോലെ ആയിരിക്കാനല്ല. എന്നാൽ വചനത്തോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ ജനിച്ച ശിശുവിന് പാലിനോടുള്ള താല്പര്യം പോലെയുള്ളതായ ഒരു താല്പര്യം എപ്പോഴും ഉണ്ടായിരിക്കുക. അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായാൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ പത്രോസ് പറയുന്നു, രക്ഷയ്ക്കായി വളരുവാൻ. രക്ഷ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ആ വീണ്ടും ജനനാവസ്ഥയിൽ വളരണം. വളരുമ്പോഴാണ് ആ രക്ഷയുടെ മഹത്വം എത്ര വലുതാണെന്ന് മനസ്സിലാക്കുന്നത്. എബ്രായ വിശ്വാസികൾ ആത്മീയമായി വളരാഞ്ഞതുകൊണ്ട് അവർക്ക് ലഭിച്ച രക്ഷയുടെ മഹത്വം അവർക്ക് മനസ്സിലാക്കാത്തതുകൊണ്ട് ലേഖനകാരൻ പറയുന്നു, ഇത്ര വലിയ രക്ഷ അഗണ്യമായി വിചാരിച്ചാൽ എങ്ങനെ തെറ്റിയൊഴിയും? അത് വിശ്വാസികളോടാ പറഞ്ഞിരിക്കുന്നത്.
ആത്മീയമായിട്ട് വളരുമ്പോഴാണ് അവർക്ക് ലഭിച്ച രക്ഷയുടെ മഹത്വം അതെത്ര വലുതാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഈ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് നമ്മെ സഹായിക്കുന്നത് വചനമാണ്. വിശ്വാസത്തിലുള്ള വളർച്ച. മോശ താൻ വിശ്വാസത്തിൽ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളെ വെടിയുവാൻ ഇടയായി. ദൈവത്തോടുള്ള കഷ്ടത തിരഞ്ഞെടുക്കുവാൻ ഇടയായി. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൽ നിന്ന് വലിയ ധനമെന്നെണ്ണുവാൻ ഇടയായി. ആത്മീയമായി വളരുമ്പോൾ ഫലം കായ്ക്കുവാൻ ഇടയായിത്തീരും. കർത്താവിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്തിന്റെ വലിപ്പം അത് മനസ്സിലാക്കാൻ കഴിയും. കൃപയിലും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വളരുവാൻ സാധിക്കും. 2 പത്രോസ് 3:18 അത് പറഞ്ഞാണ് ലേഖനം അവസാനിപ്പിക്കുന്നത്. ദൈവനാമത്തിന്റെ മഹത്വം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം എന്ന നിലയ്ക്ക് നമുക്ക് ആത്മീയമായിട്ട് വളരുമ്പോൾ സാധിക്കും. ജഡത്തിൻ്റെതായ ആ ഉയർച്ചകളെല്ലാം ഇടിച്ചു കളയുവാൻ നമുക്ക് സാധിക്കും. ഇതൊക്കെ സാധിക്കണമെങ്കിൽ നാം ആത്മീയമായിട്ട് വളരണം, വിശ്വാസത്തിൽ വളരണം, കൃപയിൽ വളരണം. അതിന് നമ്മെ സഹായിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഇവിടെ പറയുകയാണ്, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഇവിടെ വചനത്തോടുള്ള ബന്ധത്തിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, വചനമെന്ന മായമില്ലാത്ത പാല്. 2, നിങ്ങളത് കുടിക്കണം. 3, അതിനായിട്ട് നിങ്ങൾ വാഞ്ചിക്കണം. വചനമെന്ന മായമില്ലാത്ത പാൽ എന്ന് പറയുമ്പോൾ വചനത്തിന്റെ ഏതെങ്കിലും ചെറിയ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല, വചനം പൂർണ്ണമായിട്ട് ഗ്രഹിക്കുവാൻ നാം ശ്രമിക്കണം. വചനത്തിന്റെ കൂടുതൽ ഗ്രഹിക്കണം. വചനത്തിനോടൊന്നും കൂട്ടിച്ചേർക്കുവാനോ വചനത്തിൽ നിന്നും മാറ്റുവാനോ സാധിക്കത്തില്ല. വചനം എന്ത് പറയുന്നു അതുപോലെ ഏറ്റെടുക്കുവാൻ ഇടയായിത്തീരണം. അങ്ങനെ ആ വചനം എന്ന മായമില്ലാത്ത പാല്, വചനത്തെ പൂർണ്ണമായ നിലയിൽ മനസ്സിലാക്കുക, അത് കുടിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ധ്യാനിക്കുക, പഠിക്കുക, അതിന് നമ്മളെ തന്നെ സമർപ്പിക്കുക. നമുക്കറിയാം, ജനിച്ച ഒരു ശിശുവിന്റെ ജനനത്തിങ്കൽ ശിശു ആരോഗ്യത്തോടെ ജനിക്കുന്നെങ്കിൽ അത് പാലിന് വേണ്ടി കരയുന്നില്ലെങ്കിൽ ആ കുഞ്ഞിന് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ ആത്മീയമായിട്ട് യഥാർത്ഥമായിട്ട് ജനിച്ചവര് ദൈവവചനത്തെ കുറിച്ചുള്ള ദാഹവും താല്പര്യവും ഉണ്ടാകും. യേശുക്രിസ്തുവിന്റെ കർത്താവുമായി യഥാർത്ഥമായിട്ട് സ്വീകരിക്കുന്നവർക്ക്, പരിശുദ്ധാത്മാവുള്ളിൽ ഉള്ളവർക്ക് ഈ പരിശുദ്ധാത്മാവ് ദൈവവചനം നമുക്ക് പരിശുദ്ധാത്മാവ് ദൈവവചനം ഉപദേശിച്ചു തരാനാണ് നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്. അതുകൊണ്ട് ആ വചനം ധ്യാനിക്കുവാനും ആ വചനത്തിലെ സത്യങ്ങളെ ഗ്രഹിപ്പാനും ആ വചനപ്രകാരം ജീവിക്കാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകും. അടുത്തായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, വാഞ്ചിക്കുവീൻ. ഇതൊരു കൽപ്പനയാണ്. നമുക്ക് ആ വാഞ്ച ഉണ്ടാകണം, കർത്താവിന്റെ കൽപ്പന അനുസരിക്കണം. ആ വാഞ്ച ആത്മീയമായിട്ട് നമ്മളെ വളർത്തും. കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. യോബ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം വായിച്ച് ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കാം. യോബിന്റെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, അത് 23-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ യോബ് ഇങ്ങനെ പറയുകയാണ്, ഞാൻ അവന്റെ അതിരങ്ങളുടെ കൽപ്പന വിട്ടുമാറിയിട്ടില്ല, അവന്റെ വായിലെ വചനങ്ങളെ എന്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു. യോബ് പറയാണ്, എന്റെ ആഹാരത്തെക്കാൾ ഞാൻ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ദൈവവചനത്തിനാണ്. പ്രിയ ദൈവമക്കളെ, ആ വചനം നമ്മളെ ആത്മീയമായിട്ട് വളർത്തും, ആത്മീയ പക്വതയിലേക്ക് നമുക്ക് നയിക്കും, ആത്മീയമായിട്ട് നമുക്ക് പ്രയോജനമുള്ളവരായി തീരുവാൻ സാധിക്കും. കട്ടിയായ ആഹാരം നമുക്ക് പിന്നീട് കഴിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവവചനം പ്രമാണിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാൻ ഇടയായിത്തീരും എന്ന് മാത്രമല്ല, കർത്താവിന്റെ വരവെങ്കിൽ വചനം പ്രമാണിച്ചവർക്ക് ലഭിക്കുന്ന അനേക പ്രതിഫലങ്ങളെ പ്രാപിപ്പാനും കഴിയും. അതുകൊണ്ട് ഈ വചനം ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ, പ്രമാണിക്കുവാൻ നമ്മെ തന്നെ ദൈവവരങ്ങളിൽ സമർപ്പിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിന്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. രജനീയതിലടിയാനി നീ സുഖമായി
കൃപയ്ക്കായി ഭജനീയമാം തിരുനാമത്തിനനന്തം സ്തുതി മഹത്വം.